ഞങ്ങള് ഡബിങ്ങിന് പോവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഡബിങ്ങിന് എൻ്റെ കൂടെ ദിശ വരുന്നത്, അതുപോലെ തന്നെ സുജീഷ് വരുന്നത്. സുജീഷ് ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ ഡബിങ് ചെയ്യുന്നത് അല്ലേ? സുജീഷ് അതുപോലെ തന്നെ ദിശയും ആദ്യമായിട്ടാണ്. ഞാനും അമ്മയും പിന്നെ ചെറിയ ചെറിയ വർക്കുകളായി ബന്ധപ്പെട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരാദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ ഞങ്ങൾ ഡബിങ് വരുന്നത്. എന്നാ കമല പറയാനുള്ളത്? എന്താ പറയാനുള്ളതെന്ന് വെച്ചാല് പിന്നെ എല്ലാം എളുപ്പമാക്കി തരണേന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആദ്യം. അമ്മ സിനിമയെല്ലാം ചെയ്തല്ലേ? പിന്നെ സീരിയലിന്റെ അമ്മ പ്രാവശ്യം ചെയ്തതല്ലേ? സീരിയൽ ഡബ് ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം പോകുന്നതല്ലേ? കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നത്. ഇവർക്കും അതുപോലെ തന്നെ ആവട്ടെ. ഇവർക്കൊരു പേടി. ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഡബിങ് ഒക്കെ. അവർ ചെയ്തതിൽ വെച്ചിട്ട് ഇയർഫോണൊക്കെ വെച്ചിട്ട് ചെയ്ത് ആദ്യമായിട്ടാ. അല്ല, നമ്മള് ശരിക്കും നമ്മൾക്ക് വേണ്ടി പല വീഡിയോയിലും വേണ്ടി നമ്മൾ ഡബ് ചെയ്യാറില്ല. അതേപോലെ തന്നെയാണിത്. അല്ല, എന്നാലും അവരെ മുമ്പിൽ ചെയ്യുമ്പോ അവർക്ക് തൃപ്തികരമാവണ്ടേ എന്നുള്ളൊരു ഭയം. ആനേനെ മേടിച്ച് തോട്ടി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ വലിയ അഭിനയം അഭിനയിച്ചില്ല. ഇനിയിപ്പോ ഡബിങ് അല്ലേ, അത് വലിയ പ്രശ്നമൊന്നുമില്ല. ഡോണ്ട് വറി. പിന്നെ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കോഴിക്കോടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആഫ്റ്റർനൂൺ ഡബിങ് ആണ്. നീ ആദ്യമായിട്ടില്ല ഡബ് ചെയ്യാൻ പോകുന്നത് സ്റ്റുഡിയോയില്? നമ്മളെ വീഡിയോയില് പിന്നെ ഡബിങ് ചെയ്യുന്നോണ്ട് കുറച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇവരുടെ സ്റ്റുഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയില്ല, കണ്ടറിയണം. കമല നമുക്ക് എന്താ പറയാനുള്ളത്? കമല പിന്നെ ഒരുപാട് സിനിമകളും ഒരുപാട് കമലമ്മ ഒരുപാട് സിനിമകളും ഇതെല്ലാം ചെയ്തത് കൊണ്ട് കമല നമുക്ക് ഒന്നും വിഷയമുള്ള കാര്യമല്ല. കമലൊന്നും എക്സ്പീരിയൻസ്ഡ് ആണ് അല്ലേ? ഓക്കെ. എന്ത് വർത്താനാടാ? കേട്ടോ? നോക്കി